നല്ല പഴുത്ത പഴം സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് ആ പഴം എടുത്ത് മാവിൽ ഇങ്ങനെ ഇങ്ങോട്ട് മുക്കിയിട്ട് നല്ല തിളച്ച എണ്ണയൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ ഇട്ട് എന്നിട്ട് അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ അത് നല്ല പാത്രത്തേക്ക് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് കോരിയിടുക. അതിന് ശേഷം നല്ല ചൂടുള്ള പാൽ ചായയും പഴംപൊരിയും കൂട്ടി അടിക്കുമ്പോൾ ഒരു സുഖം. ആഹാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂനസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന പുതിയ പലഹാരം നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ പഴംപൊരിയാണ്. ഇത് ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു ക്ലിപ്പ് മുന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. പല ആളുകളും അത് റിക്വസ്റ്റ് ചെയ്തു, അതിൻ്റെ റെസിപ്പി ഉണ്ടാകുന്നു. ഇത് സാധാരണ ഞാൻ യൂട്യൂബിൽ കുറേ പഴംപൊരി കണ്ടിട്ടുണ്ട്, അതിന് ചെറിയൊരു മാറ്റങ്ങളുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉണ്ടാക്കി നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പഴംപൊരിക്കാൻ എടുത്തിട്ടുള്ളത് 2 പഴമാണ്, നല്ല പഴുത്ത 2 പഴം. അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ആവശ്യമുള്ള സാധനങ്ങൾ: 1 കപ്പ് മൈദ, 4 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി, 1 പിഞ്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വെള്ളം, 1 കോഴിമുട്ട, പിന്നെ അത് മിക്സ് ചെയ്യാനുള്ള ഒരു പാത്രം. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഇട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട്, പിന്നെ 4 ടേബിൾ സ്പൂണ് പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് ഉപ്പാണ് കേട്ടോ. ഇത് മധുരമുള്ള സാധനമല്ലേ, ചെറിയൊരു ടേസ്റ്റിന് മാത്രമുള്ള ഉപ്പാണ് ഇടുന്നത്. പിന്നെ ആ കോഴിമുട്ടയും കൂടി നമുക്ക് ഒഴിക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പഴംപൊരിക്കുള്ള പാകത്തിനുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുക. ബാറ്റർ തയ്യാറായി വന്നിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ഇതാക്കി എടുക്കട്ടെ. ഞാൻ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇതൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് സോഫ്റ്റ് ആകാനും നല്ലതാണ്. നമുക്കിത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പൊരിക്കാട്ടോ. അപ്പോൾ നമുക്ക് പൊരിക്കാനുള്ള പഴം, ബാറ്റർ, എണ്ണ തയ്യാറായിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഴം ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇടാം. ഒരു സൈഡ് ഇപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് മറിച്ചിടപ്പോൾ ഇപ്പോൾ ഒരു സൈഡ് നന്നായി വരണ്ട. ഒന്നും കൂടി ഞാനിത് ഒന്ന് മറിച്ചിട്ടിട്ട് മൊരിച്ചെടുക്കും കേട്ടോ. പഴം സൂപ്പറായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് നല്ല ഒരു പാത്രത്തിക്കാണ്, ടിഷ്യൂ പേപ്പറുള്ള പാത്രത്തിക്കാണ് ഇടുന്നത്. അപ്പോൾ എണ്ണ ഓട്ടോമാറ്റിക് ടിഷ്യൂ കുടിച്ചോളും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ട് പൊരിച്ചെടുക്കാം കേട്ടോ. നമ്മളെ ലാസ്റ്റത്തെ പഴം കൂടിയും മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് ഒരു ടിപ്പും കൂടി ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം. പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബാക്കി വരുന്ന ബാറ്റർ അതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടി ഇടുക, 1 ടേബിൾ സ്പൂണ് പഞ്ചസാര, 1 കോഴിമുട്ടയും കൂടി നമ്മൾ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കേണ്ട. ഈ സാധനം പൊരിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്റർ എണ്ണയിലേക്ക് ഒഴിക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഒഴിച്ചാൽ മതി ഒരു സ്ഥലത്ത്. ഓക്കെ,
നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം ട്ടാ. ഇത് കൂടുതൽ നേരം മുരിയേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മറിച്ചിടുക. ഇത് എണ്ണ നല്ല ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. കണ്ടില്ലേ, ഞാൻ ഇട്ടിട്ടുള്ളൂ, അപ്പോൾ തന്നെ ഇത് മുരിഞ്ഞു. നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ടാണ്. ഇതിൻ്റെ മറ്റേ സൈഡ് നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമുക്കത് എടുക്കാം. അധികം സമയം എടുക്കില്ല കേട്ടോ. അത് മറ്റേ പഴം പൊരിക്കണ അത്ര സമയം വേണ്ട. അതിന് വേണ്ടി നമുക്കത് പാത്രത്തിലേക്ക് ഇടാം. ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് എല്ലാതും പൊരിച്ചെടുക്കാം കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സാധനം. അപ്പോൾ നമുക്ക് ഒരു വടിക്ക് 2 പക്ഷി നമുക്ക് പറയില്ല നമ്മൾ, അതാണിത്. ഇത് വല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് 2 റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2-3 ബാറ്ററും തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ബാറ്ററിൽ നമുക്ക് 2 സാധനം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു അപ്പാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.